ഹായ്, നല്ല രസമായിട്ട് തിളയ്ക്കുന്നത് കണ്ടോ? എന്തൊക്കെ സ്മെല്ലാണ് കിട്ടുന്നത്? എന്തൊക്കെയോ പരിചയമില്ലാത്ത കുറച്ച് സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലേ? ശരിക്കും പരിചയമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അതിങ്ങനെ ചേരുവകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോൾ വരുന്ന ചെറിയ മാറ്റമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ വലിയ ഭീകര റെസിപ്പിയൊന്നും അല്ല. പക്ഷേ നമ്മൾ സാധാരണ എല്ലാവരും മേടിക്കാറുണ്ട് ഈ സംഭവം. പക്ഷേ എത്ര പേര് ഇത് കറിയുടെ ഉള്ളിൽ നിന്ന് പ്ലേറ്റിൽ മുഴുവനായിട്ടും കഴിച്ചു തീർക്കുമെന്ന് പറഞ്ഞാൽ മിക്കവാറും ആരും കഴിക്കാറില്ല. പറയുമ്പോൾ പടവലങ്ങ ഭയങ്കര ഹെൽത്തിയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമെങ്കിലും വലിയ ടേസ്റ്റും അങ്ങനെ വേറൊരു പ്രത്യേക ഇതൊന്നും അറിയാത്ത സാധനമായതുകൊണ്ട് തന്നെ പടവലങ്ങ മിക്കവാറും ആൾക്കാരുടെ അടുത്ത് കളയാനാണ് പതിവ്. അപ്പോൾ ഈ പടവലങ്ങയിൽ ചെറിയ 1-2 പൊടിക്കൈകൾ ചെയ്യുകയാണ്. അതിനായിട്ട് നമുക്ക് പുളി കുറച്ച് വെള്ളത്തിലിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഈ പുളിയും പടവലങ്ങയും തമ്മിൽ എന്താ ബന്ധമെന്നായിരിക്കും അല്ലേ? പടവലങ്ങ അങ്ങനെ ചെറുതായി കാണാൻ പറ്റുമോ? പുള്ളിക്കാരന് ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ഒന്നും കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഗുണങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഗുണങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പടവലങ്ങയും കൂടെ കഴിക്കണം അല്ലേ? അല്ലാതെ ഈ പടവലങ്ങ വെച്ചുണ്ടാക്കുന്ന കാര്യങ്ങളുടെ ഉള്ളിൽ എപ്പോഴും പ്ലേറ്റിൻ്റെ സൈഡിൽ ഏറ്റവും കൂടുതൽ കളയാൻ വെച്ചിട്ടുണ്ടാവുക പടവലങ്ങ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് കളയാൻ വെക്കേണ്ട, അതിന് പകരമായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചേഞ്ച് ആക്കി കഴിച്ചു നോക്കാം. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകിയെടുക്കാം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് കട്ട് ചെയ്യണം. അപ്പോൾ ഈ പടവലങ്ങയെ പറ്റി പറയുമ്പോൾ ഈ പുളിയും പടവലയും കൂടെ എങ്ങനെ സെറ്റാവും, ഈ പുളിയോ അതൊക്കെ ഇതെങ്കിലും ഇങ്ങോട്ട് പിടിക്കുമോ, എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെ ഒരുപാട് ചിന്തകളുണ്ടാവും. എനിക്കും അങ്ങനെ തോന്നി. പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ പടവലങ്ങ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കഴിക്കാൻ തോന്നും. അങ്ങനെ എടുത്ത് കഴിക്കുന്നത് ഒരു അപൂർവം കാഴ്ചയാണല്ലോ അല്ലേ? ഇപ്പോൾ പലതരം കറികളിൽ ഈ പടവലങ്ങ ഇട്ടാലും പടവലങ്ങ മിക്കവാറും അവസാനം എടുത്ത് കളയാൻ പറ്റിയൊരു സാധനമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് തേങ്ങ, ജീരകം, ചുവന്ന മുളക്, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ചതച്ചെടുക്കാം. അപ്പോൾ ചതച്ച് മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ചതച്ച് സെറ്റാക്കി ഇതുപോലെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർക്കാം. പിന്നെ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നേരത്തെ നമ്മൾ ചുവന്ന മുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചതച്ച മുളകും എണ്ണയും കറിവേപ്പിലയുമുള്ള ഇതിലേക്ക് നമ്മുടെ പടവലങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് ആദ്യം വേകണം. അതിന് മുമ്പായിട്ട് എണ്ണയിൽ ആദ്യം കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പതിയെ ചൂടായി തുടങ്ങും. ചൂടായി തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് പുളി ആവരുത്, വളരെ കുറച്ച് പുളി മതി. പക്ഷേ പുളിയുടെ ടേസ്റ്റ് അതിലുണ്ടാവണം. അപ്പോൾ പുളി പിഴിഞ്ഞതിൻ്റെ ആ വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു കുഞ്ഞി പ്ലേറ്റ് കേട്ടോ, കാണുമ്പോൾ വലിയ പ്ലേറ്റായിട്ട് തോന്നുന്നതാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, അപ്പോൾ നമ്മുടെ ചതച്ച മുളകും പുളിയും ഉപ്പും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള സംഭവം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേറൊരു ഫ്ലേവർ വേണം. ഇഞ്ചി നന്നായി ചതച്ച് അതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടെ ചേർത്ത് ചതച്ചെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയാണ് ബെസ്റ്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ സവാള ചേർത്താലും മതി. ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമാണ് ഇതിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ചതച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്, ആ ഒരു ഇഞ്ചിയുടെ ഒരു ചെറിയ ഫ്ലേവറും കൂടെ നമ്മുടെ പടവലങ്ങ ഈ ഒരു റെസിപ്പിയിൽ വരും. പിന്നെ നമ്മുടെ തേങ്ങ, ജീരകം, പിന്നെ ചുവന്നമുളകും കറിവേപ്പിലയും. ഇനി ഇത് തിളയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, ആ പുളിയും ചുവന്നമുളകും ജീരകവും ആ കറിവേപ്പിലയും പിന്നെ എന്തായിരുന്നു ചേർത്ത്, ഇഞ്ചി, ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ വേകുന്ന സമയത്ത് ഈ എന്തിൻ്റെ കൂടെ കിടന്ന് വെന്താലും നമുക്കൊരു പ്രത്യേക സ്മെല്ല് വരും. പ്രത്യേകിച്ച് ഇമ്മാതിരി ചതച്ചിട്ടിട്ടൊക്കെ ചെയ്യുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. ഇപ്പോൾ അത് ഇതിങ്ങനെ തിളച്ച് തുടങ്ങുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നില്ലേ ആ പുളിയുടെ ഒരു ടേസ്റ്റും ആ ഒരു എരിവിൻ്റെയും. പിന്നെ ഒരു ക്രീമി ആയിട്ടുള്ള കറിയാണ് വരുന്നത് കേട്ടോ. കാര്യം നമ്മൾ തേങ്ങ ചേർത്ത് പുളി ചേർത്ത് കണ്ടില്ലേ, ഈ കറി കൂട്ടി ചോറ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി. ഈ ഒരു പാകത്തിലെടുക്കാം. പക്ഷേ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ച് ഇതുപോലെ നല്ല കുറുകിയ മാതിരി കണ്ടില്ലേ, ഇപ്പോൾ പടവലം നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പടവലം വേണം എടുക്കേണ്ടത്. അപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുള്ള ഈ പടവലത്തിൽ ഈ പുളിയുടെയും ഈ ചതച്ച മുളകിൻ്റെയും ജീരകത്തിൻ്റെയും കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റ് വന്നിട്ടുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.